മലക്കുകളോട് പറഞ്ഞു, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുക എന്ന്. ഇബ്ലീസ് ഒഴികെ മറ്റെല്ലാവരും സുജൂദ് ചെയ്തു. ഇവിടെ മലക്കുകളോടാണ് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ഇബ്ലീസ് ആണെങ്കിൽ മലക്കുകളിൽപ്പെട്ട ആളല്ല, ജിന്നു വർഗത്തിൽപ്പെട്ട ആളുമാണ്. എന്നിട്ടും എന്തുകൊണ്ടോ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന കാരണം കൊണ്ട് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ആദമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ സുഖസുന്ദരമായി ജീവിക്കുകയായിരുന്നു. അതിനിടക്ക് അള്ളാഹു ആദമിനോട് കൽപ്പിച്ചു, ആ കാണുന്ന വൃക്ഷത്തിലുള്ള പഴങ്ങൾ നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന്. എന്നാൽ നിർഭാഗ്യവശാൽ ഇബ്ലീസിന്റെ പ്രേരണയാൽ ആദമും ഹവ്വയും ആ പഴങ്ങൾ ഭക്ഷിക്കുകയും അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ആദമും ഹവ്വയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ കഥ നമ്മളിൽ പലരും വളരെ ചെറുപ്പത്തിലെ കേട്ടതാണ്. ഖുർആനിൽ ഈ സംഭവം വിവരിക്കുന്നുമുണ്ട്. ഇതും ഇതിനപ്പുറമുള്ളതൊക്കെ നമുക്കറിയാം എന്ന് വീമ്പ് പറയുന്ന ആരെങ്കിലും ഈ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. സ്വർഗത്തിനകത്ത് താമസിക്കുന്ന ആദമിനെയും ഹവ്വയെയും വഴിപിഴപ്പിക്കാൻ വേണ്ടി പുറത്താക്കപ്പെട്ട ഇബ്ലീസ് പിന്നെ എപ്പോഴാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? ഇതിന്റെ ഉത്തരം അറിയാവുന്നവർ ദയവായി നിങ്ങളുടെ ഉത്തരം കമന്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക, നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. നിങ്ങളിൽ ചിലർ ശത്രുക്കളാകുന്നു. وَأَزَّلَهُمَ الشَّيْطَانُ عَنْهَا فَأَخْرَجَهُمَا مِمَّا كَانَا فِيهِ وَقُلْنَا اهْبِطُوا بَعْضُكُمْ لِبَعْضٍ عَدُوٌّ وَلَكُمْ فِي الْأَرْضِ مُسْتَقَرٌّ وَمَتَاعٌ إِلَىٰ حِينٍ എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്നതിൽ നിന്ന്, സൗഭാഗ്യത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചു. അവരെ നാം പുറന്തള്ളുകയും ചെയ്തു. അങ്ങനെ ചെയ്ത കാരണത്താലെ, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാത്ത കാരണത്താലെയാണ് അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകുക, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക, ഇനി നിങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. നിങ്ങൾ ചിലർ ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ ഭൂമിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് യാതൊരുവിധ ചാൻസും ഇല്ല. അതുകൊണ്ട് ഭൂമിയിൽ കുറച്ച് കാലം നിങ്ങൾ അവിടെ താമസിക്കും. അതിനുശേഷം നിങ്ങൾ മൺമറഞ്ഞു പോകും. ആ മൺമറഞ്ഞു പോകുന്ന കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ നന്നാക്കി ചെയ്താൽ നിങ്ങളെ വീണ്ടും ഈ സ്വർഗത്തിൽ ഞാൻ കൊണ്ടുവരും എന്നാണ് അല്ലാഹു തആല ആകത്തുകയായി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇന്നട്ടോ ഇറങ്ങി വിട്ടിട്ടല്ല, അങ്ങനെ വിട്ടക്കല്ല. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആദം നബിക്ക് മനസ്സിലായി ചെയ്ത തെറ്റാണ്, പക്ഷെ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആരാണ്? ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആദമിന് ഈ സംഗതിക്ക് ഇങ്ങനെയൊക്കെ വന്നാൽ, അള്ളാഹു പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുകൂടി അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിലൂടെ ആദം നബിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആദം നബിക്ക് ചില വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ആ വചനങ്ങൾ? ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്താപിച്ചു. എന്താണ് ആദം നബി പറഞ്ഞത്? ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അള്ളാഹു തആല ആ പാപമോചനം നൽകി. അള്ളാഹുവിനോട് പാപമോചനം നൽകി. എന്താണ്? ഇന്നഹു ഹുവ തവ്വാബുർ റഹീം വഖുൽനാ യാ ആദമു ഉസ്കുൻ കലിമാത്തിൻ അല ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ചില ആ കലിമാത്ത് എന്താണ്? റബ്ബനാ ലലംന, ഞാൻ മറന്നുപോയതാണ്. റബ്ബനാ ലലംന അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അത് വേറെ സൂറത്തിലായതുകൊണ്ട് ഈ സൂറത്ത് വായിക്കുമ്പോൾ ഇതിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പേജ് മറന്നുപോയതാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ആദം നബി ചോദിച്ചത്?
റബ്ബന, എന്റെ രക്ഷിതാവേ, ലലംന, ഞാൻ ചെയ്തുപോയ എന്റെ ശരീരത്തിനോട് നീ കൽപ്പിച്ച കൽപ്പനകൾ ഞാൻ മറന്നുകൊണ്ട്, കുറച്ച് സമയത്തിന് ഞാൻ മറന്നുകൊണ്ട് എന്റെ തന്നിഷ്ട പ്രകാരം ഞാൻ പ്രവർത്തിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ ദ്രോഹം ചെയ്തിരിക്കുന്നു. അതിനാൽ നീ എനിക്ക് പുറത്തു തരണം. പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അക്രമികാരിൽ പെട്ടുപോകും. അള്ളാഹുവെ, നീ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് സമയത്തിന് മറന്നുപോയി എന്ന് ആദം നബി പറയുകയും, ആ ആദം നബിക്ക് അള്ളാഹു തന്നെയാണ് ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞത്, പറയാൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവെ, ഇത് ഇനി ഞാനും നിങ്ങളാണ് പറയേണ്ടത്. മരിക്കുന്നത് വരെ മനുഷ്യനായ നമ്മൾ പല തെറ്റുകളും പല കുറ്റങ്ങളും ചെറുതായിട്ടും വലുതായിട്ടും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ചെയ്യും. മനുഷ്യനാണ്. പക്ഷെ മനുഷ്യൻ പിശാച്ചായി ഇബിലീസായി മാറാൻ പാടില്ല. ഇബിലീസിന്റെ സ്വഭാവം എന്താണ്? തെറ്റ് ചെയ്തത് മനസ്സിലായിട്ടും അതിന് പശ്ചാത്താപിച്ചിട്ടില്ല. ഇബിലീസ് പശ്ചാത്താപിച്ചിട്ടില്ല. പക്ഷെ മനുഷ്യനായ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പറയണം, റബ്ബേ, റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങൾ ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് റബ്ബേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിക്രമികാരിൽ പെട്ടുപോകും എന്ന് നമ്മൾ കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിലും നിസ്കാര ശേഷവും അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരത്തിലൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പുറത്തു തരും. ഇനി ഇതാ വരാൻ പോകുന്നു റമളാൻ. ഈ റംലാനിനെ 2 കൈയും നീട്ടി വരവേൽക്കുക. അള്ളാഹുവേ, ഈ റംലാനിൽ എനിക്ക് ജീവിക്കാനും പരലോക കരസ്ഥമാക്കാനുമുള്ള ഒരു അവസരം, ആ ദിനങ്ങൾ, പുണ്യരാത്രികൾ നീ എനിക്ക് വർഷിപ്പിച്ചു തരണേ. അള്ളാഹു, എനിക്ക് ദീർഘായുസ് തരണേ. ഈ മാസം മുഴുവനും നോൽമ്പ് നോൽക്കാൻ എനിക്ക് അവസരം നൽകണേ എന്ന് കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു പോയ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, സ്വർഗത്തിലേക്ക് അടുക്കുക. നമ്മുടെ തറവാട്, ഒരു പണ്ഡിതൻ ഈ ജുമാക്ക് തന്നെ പറഞ്ഞ അങ്ങനെയാണ്, തറവാട് സ്വർഗാണ്. നമ്മളൊക്കെ മനുഷ്യർ മുഴുവൻ സ്വർഗത്തുനിന്ന് വന്നവരാണ്. എല്ലാ മനുഷ്യരും, അതിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒന്നുമില്ല. ഇസ്ലാം കാഴ്ചപ്പാടോട് കൂടിയിട്ടും അള്ളാഹു പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരും ഒരു മാതാപിതാക്കളുടെ മക്കളാണ്. ആദമിന്റെയും ഹവ്വായുടെയും ബൈബിളിലില്ലേ? ബൈബിളിൽ ഇതേ രംഗം പറയുന്നത് വേറെ രൂപത്തിലാന്ന് മാത്രമേ ഉള്ളൂ. ആദം പഴം കഴിച്ചു എന്നുള്ള കാര്യത്തില് ആദം ഉണ്ടെന്നും ഹവ്വ ഉണ്ടെന്നും സംശയമല്ല. മാതാപിതാക്കളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന് വെച്ചാല് വിഷയം നീണ്ടിപ്പോകും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചു. എത്ര സുന്ദരമായിട്ടാണ് പറയുന്നത്. അവിടെ കഴിക്കണ്ട എന്ന് പറഞ്ഞ പഴം കഴിച്ചപ്പോൾ തെറ്റ് ബോധ്യമായി. അള്ളാഹു തആല നിരോധിച്ചതായിരുന്നു ബോധ്യമായി. പിശാച് പറഞ്ഞ് അവന്റെ പ്രലോഭനത്തിൽ പെട്ടു എന്ന് മനസ്സിലായി. ഇന്ന് നമ്മളും അങ്ങനെ തന്നെ. പിശാച് നേരെ നമ്മളെ വീട്ടിലേക്കും കുടുംബത്തിലേക്കും വന്നുകാണ്ട് ബാഗും സൂട്ട് കേസും ടൈറ്റിട്ടല്ല വരുന്നത്. നമ്മളെ മനസ്സിൽ മന്ത്രിക്കുകയാണ്, തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ തെറ്റ് കൂടുതൽ ചെയ്തു പോവുകയാണ്. അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കുക, ആദം നബിനെ പഴപ്പിച്ച ഇതേ പിശാചുക്കളാണ് ഇത്, അതുകൊണ്ട് ഞാൻ പഴക്കൂല. അപ്പൊ തെറ്റായ ഒരു കാര്യം ചെയ്യണ്ട. തെറ്റും ശരി വെളിച്ചം മാതിരിയാണ് നിൽക്കുന്നത്, രാവും പകലും മാതിരിയാണ്. അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവരും. എന്നിട്ട് പിന്നെയാണ് അള്ളാഹു തആല മനുഷ്യനെ ഭൂമിയിലേക്ക്. ഇതിന് ശേഷം ഇതൊക്കെ തൗബ ചെയ്തു പശ്ചാത്താപിച്ചു മടങ്ങിയതിന് ശേഷം قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. അവിടുന്ന് പുറത്താക്കുന്ന സമയത്ത് അള്ളാഹു തആല പറയണത് എന്താണ്? നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. അപ്പൊ 3 ആളുകളോടെ ഇതിന്റെ പിശാച്ചിന്റെ സൈന്യവും പിശാച്ചിന്റെ കൂട്ടാളികളും ആദമും ഹവ്വയും അല്ലെ, വേറെ ആരുമില്ലല്ലോ. അവരല്ലേ പുറത്താക്കണത്. എന്താ പറഞ്ഞത്? നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക. എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ നിങ്ങൾ ഭൂമിയിലേക്ക് പോകുക. ആദമിനോടും ഹവ്വാനോടും പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലേക്ക് പോകുക. എന്നിട്ടോ വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല എന്ന് അള്ളാഹു തആല പറഞ്ഞു. ഇപ്പോഴാണ് സുഹൃത്തെ, എക്സ് മുസ്ലിമെ, യുക്തിവാദിയെ അവിടുന്ന് വലിയ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് ഖുർആന് വായിക്കാതെ എവിടെയെങ്കിലും ഒരു സംഗതി വായിച്ചുകാണ്ട് ഇസ്ലാമിനെ മൂക്ക് കൂടെ വലിച്ചു കയറ്റാന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നടക്കൂല. നിങ്ങളിങ്ങനെ പറയുന്നിടത്തോളം ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് വായിക്കാനും ആ രംഗങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി മാത്രമേ ശ്രമിക്കുള്ളൂ. നിങ്ങൾക്ക് ആരും കിട്ടൂലല്ലോ. നിങ്ങൾക്ക് എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമല്ലേ ഉള്ളൂ.
നിങ്ങളെ വിരലിൽ എണ്ണാൻ പറ്റുന്ന ആളുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. ഇപ്പൊ ഞാൻ തന്നെ എന്താണ്, നിന്റെ ഈ വീഡിയോ കണ്ടപ്പം ഇതിന് മറുപടി തരണം തോന്നിയപ്പം പരിശുദ്ധ ഖുർആൻ എടുത്തു. കേട്ടോ, പരിശുദ്ധ ഖുർആൻ എടുത്തു, ഹദീസുകൾ നോക്കി. അപ്പൊ പെട്ടെന്ന് കിട്ടുന്ന ആയത്തുകളും ഹദീസുകളും വെച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അപ്പൊ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ എനിക്ക് മനസ്സിലായ സത്യം, ഞാനിതാ ഈ ഒരു എക്സ് മുസ്ലിമിന്, ഈ ഒരു നിരീശ്വരവാദിക്ക്, യുക്തിവാദിക്ക് എന്റെ അറിവിൽപ്പെട്ട കാര്യം ഞാനിത് അള്ളാഹുവെ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. അത് മുഖേന എന്റെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് ഈ ഇസ്ലാമിന്റെ വെളിച്ചവും എത്തിച്ചു കൊടുത്തിരിക്കുന്നു. നീ പറഞ്ഞതുപോലെ അള്ളാഹുവെ ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്, ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തന്നുകൊണ്ട് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും വരാൻ പോകുന്ന ഈ നോമ്പ് കൃത്യമായി നോറ്റുവീട്ടാനും അതിന്റെ ഫലമായി ഈ സ്വർഗത്തിൽ ആദം ഹവ്വയും വന്ന ആ സ്വർഗത്തിൽ ഞങ്ങളെ നീ വീണ്ടും എത്തിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സ്വർഗത്തിന്റെ അവകാശികളാണ് അല്ലാഹുവേ, ഞങ്ങളെ തറവാട് സ്വർഗമാണ് അല്ലാഹുവേ, ഞങ്ങളെ മാതാപിതാക്കളെ നീ താമസിപ്പിച്ചത് സ്വർഗത്തിലായിരുന്നു അല്ലാഹുവേ, അവിടെ നിന്ന് ചെറിയ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അല്ലാഹു അവർ ഭൂമിയിലേക്ക് വന്നത്. ഭൂമിയിൽ നിന്ന് വീണ്ടും നന്മ ചെയ്താൽ നീ ആ സ്വർഗത്തിൽ എത്തിച്ചു തരുമെന്ന് നീ വാഗ്ദാനം ചെയ്താണ് അല്ലാഹുവെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനെ പിൻപറ്റാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. എന്റെ വാക്കുകളും എന്റെ ഈ 3 പ്രസംഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. പരിശുദ്ധ ഖുർആൻ കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ആദം നബിന്റെ ചരിത്രം വിവിധ സ്ഥലങ്ങളിലായിട്ട് അല്ലാഹു തആല പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ റംലാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ വായിക്കാനും അതേപോലെ തന്നെ ജീവിതത്തിൽ പകർത്താനും പരിഭാഷ വായിക്കാനും വേണ്ടി സമയം കണ്ടെത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.